ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി സെപ്റ്റംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇതല്ലാണ്ട് നിങ്ങൾക്കൊരു സെപ്പറേറ്റ്ലി പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അതും ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും നിങ്ങളുടെ കൂടെ. ആൻഡ് അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ. എൻ്റെ കൂടെ അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ആൻഡ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ എനിക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുണ്ടോ ഇല്ലയെന്ന്. ആൻഡ് എത്രയും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണോ വീഡിയോസിൻ്റെ കൂടെ, അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നിങ്ങൾക്ക് മുമ്പേ നെക്സ്റ്റ് വീഡിയോസൊക്കെ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് അവിടെ നോക്കാം. അപ്പോൾ ലിബ്ര, നമ്മൾക്ക് നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജിന് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജി, ലിബ്രയ്ക്ക് പാസ്റ്റ് എനർജിയിൽ എന്താണ് മെസ്സേജ്? പാസ്റ്റിൽ ടെമ്പറൻസ് ആണ് ലിബ്ര. ഇവിടെ സാജിറ്റേറിയസ് എനർജി. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? സെപ്റ്റംബർ മാസത്തിൻ്റെ കറണ്ട് എനർജി 9 of Wands. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജിയിൽ 5 of Pentacles. നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് സെപ്റ്റംബർ മാസത്തിൻ്റെ Knight of Swords ആണ്. നിങ്ങളുടെ അഡ്വൈസ് Queen of Swords. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ ആണ് 10 of Cups. നിങ്ങളുടെ നിങ്ങളുടെ ഓവറോൾ എനർജി സെപ്റ്റംബർ മാസത്തിൻ്റെ ആണ് സൺ. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ഓവറോൾ എനർജി സൺ ആണ്. സൺ ലിയോ എനർജിയാണ്, പക്ഷെ ഇത് അബണ്ടൻസിൻ്റെ എനർജിയാണ്, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്, ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് കുറേ ഒരു പോസിറ്റീവ് വേയിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. കുറേ സക്സസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. സൺ എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? ഈ സൺ എനർജി എന്താണ്? എംപറർ. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി സക്സസിൻ്റെ എനർജിയാണ്. എസ്പെഷ്യലി കരിയറിൽ ഞാൻ കാണുന്നത് കുറേ പോസിറ്റീവ് വേയിൽ കാര്യങ്ങൾ നടക്കും. ആൻഡ് ചില കേസസിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ്റെ ചാൻസസ് ഉണ്ട്. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ക്വീൻ ഓഫ് കപ്സ് ഒരു വാട്ടർ സൈൻ ആണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ആൻഡ് എംപറർ ഏരീസ് എനർജിയാണ്. ലവിൻ്റെ കാര്യത്തിലും ഞാൻ കുറേ ഇമോഷൻസ്, ഫീലിങ്സ്, ഡീപ്പ് ഇമോഷൻസ്, ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ്, അതൊക്കെയാണ് കാണുന്നത്. സിംഗിൾസിന് വേണ്ടിയിട്ടും നല്ല സമയമാണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ടെമ്പറൻസ് ആണ്. അപ്പോൾ ടെമ്പറൻസ് ഒരു ബാലൻസ്ഡ് എനർജിയാണ്, ഹീലിംഗിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ശരിയാക്കാൻ നോക്കി, ബാലൻസിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടായിരുന്നു, ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ചില കേസസിൽ ഇതൊരു ഫിസിക്കൽ എയിൽമെന്റ് ആയിരുന്നു. നിങ്ങൾ എന്തോ മേ ബി ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ അതിന് ഹീൽ ചെയ്യാനായിരുന്നു നോക്കുന്നുണ്ടായിരുന്നെ. ടെമ്പറൻസ് ഇവിടെ എന്താണ്? സാജിറ്റേറിയസ് എനർജി 10 of Wands. അപ്പോൾ 10 of Wands ഒരു ബേർഡനിങ് സൈക്കിളിന്റെ എൻഡിങ് ആണ്, ഒരു ഡിഫിക്കൾട്ട് സമയത്തിന്റെ എൻഡിങ്ങിന്റെ എനർജിയാണ് 10 of Wands. ഡെഫിനറ്റ്ലി ഇതിന്റെ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ കുറെ, ഞാൻ പറഞ്ഞ മാതിരി, ഇംബാലൻസസ് ഉണ്ടായിരുന്നു, കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പ്, കരിയർ, രണ്ടിലും ആവാം, ഇല്ലച്ച ഈതർ വണ്ണിലുണ്ടാവാം. പക്ഷെ എന്തായാലും ആ സൈക്കിൾ ഇപ്പോൾ നിങ്ങൾ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ, നിങ്ങൾ എന്തോ ഒരു ബാഗേജ് റിലീസ് ചെയ്തു, അപ്പോൾ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. നിങ്ങൾ അതിന് ഹീൽ ചെയ്യാൻ ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. ചില കേസസിൽ ഇത് ലീബ്ര എനർജി തന്നെയാണ്, നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ബാലൻസ് ആണ് കൊണ്ടുവരണ്ടായിരുന്നത് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ആരാ നിങ്ങൾക്ക് അൺഫെയർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഡീൽ ചെയ്ത് വെച്ചാൽ അവർക്കെല്ലാം അവരുടെ ചെയ്ത കാര്യത്തിന് കർമ്മയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ഇത് കുറെ ഒരു നിങ്ങൾ ഫൈനലി ഒരു പ്ലേസ് ഓഫ് പീസിലാണ് പാസ്റ്റ് എനർജിയിൽ. ചില കേസസിൽ നിങ്ങളുടെ മാരേജിന്റെ കുറച്ചാണ് ഇത്. നിങ്ങളുടെ മാരേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ ആ ഡിഫിക്കൾട്ട് സൈക്കിൾ എൻഡ് ചെയ്തിട്ട് കുറേയും കൂടി ഒരു ഹീലിംഗ്, ഒരു ബാലൻസ്ഡ് എനർജിയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നില്ല പാസ്റ്റ് എനർജിയിൽ. കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് 9 ഓഫ് വാൻഡ്സ് ആണ്. അപ്പൊ 9 ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു പേടിയുടെ എനർജിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു സൈക്കിൾ എൻഡ് ചെയ്തിട്ടുണ്ടല്ല പാസ്റ്റില്. 10 ഓഫ് വാൻഡ്സ് 10 നിന്ന് നിങ്ങൾ 9ലേക്കാണ് പോണേ, ഒരു സ്റ്റെപ്പ് പിമ്പാത്ത്. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ 9 ഓഫ് വാൻഡ്സ് ഇവിടെ 4 ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് കപ്സ്. അപ്പൊ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് കുറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. കുറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് കറണ്ട് എനർജിയിൽ. എസ്പെഷ്യലി ഇത് റൊമാൻറ്റിക് ഇതാണ് വെച്ചാൽ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് മനസ്സുമില്ല. നിങ്ങൾ ആക്ച്വലി കുറെ ഡിസ്ട്രാക്റ്റഡ് ആണ്, ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയിലാണ്. അപ്പോൾ മേ ബി നിങ്ങൾ അങ്ങനെ ഇൻട്രസ്റ്റും കാണിക്കില്ല. എന്തെങ്കിലും ഓഫർ വന്നാലും നിങ്ങൾ അതിനെ അവോയ്ഡ് ആണ് ചെയ്യണത്. ആൾക്കാരെ മീറ്റ് ചെയ്യണില്ല. ജോലിയുടെ ഓഫേഴ്സ് ഉണ്ടാച്ചാലും അതിന് അത്ര നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കണില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ യൂണിവേഴ്സ് പറയണത് ചിലപ്പോൾ നിങ്ങൾ എന്തോ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേടി കാരണം. നിങ്ങൾക്കൊരു പേടിയാണ് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം, ആദ്യം എൻ്റെ കൂടെ എന്തെങ്കിലും മുമ്പത്തെ മാതിരി എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടാവുമോ, അങ്ങനെ കുറെ പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ആ പ്രോസസ്സിൽ എന്തോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, എന്ന് വെച്ചാൽ എന്തോ ഒരു പുതിയ ബിഗിനിങ് വന്നിരിക്കണു, പക്ഷെ നിങ്ങൾ ഇതർ അതിനെ റിജക്ട് ചെയ്യണ്ടില്ല വെച്ചാൽ അതിനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. 5 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു ലോ സെൽഫ് കോൺഫിഡൻസ്, ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനർജിയാണ് 5 ഓഫ് പെന്റിക്കിൾസ്. ഒരു ഒന്നും എൻ്റെ കയ്യിലില്ല, ഒന്നും എനിക്ക് എൻ്റെ ലൈഫിൽ ശരിയല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സാണ് 5 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ലോസും ആവാം. അത് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് ഫ്രെയിമിലാണ് നിങ്ങൾ നിങ്ങളുടെ കുറിച്ചും എല്ലാം നെഗറ്റീവായിട്ടാണ് സംസാരിക്കണേ. നെഗറ്റീവ് ആഫർമേഷൻസ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. കുറെ ആങ്സൈറ്റി ഉണ്ട് ഫ്യൂച്ചറിൽ. മേ ബി ഫിനാൻഷ്യലി ഓൾസോ കുറച്ച് നിങ്ങൾക്ക് ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ ഇവിടെ ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും. നിങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിച്ച ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അവര് നിങ്ങൾക്ക് ലോൺ ആയിരിക്കും തരണ്ടാവും, ഓരൽസ് ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നാണ് പറയണത് ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഹെൽപ്പ് ചോദിക്കാൻ ഹെസിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് നൈറ്റ് ഓഫ് സോൾസ്. ഇതൊരു ഇമ്പൾസീവ് എനർജിയാണ്. അപ്പോൾ ഈ മാസം സെപ്റ്റംബറിൽ ഒന്നും ഇമ്പൾസീവ്ലി ഡിസിഷൻ എടുക്കരുത്. എന്നുവെച്ചാൽ ഇവിടെ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ട ഇമ്പൾസീവായിട്ട്. അത് അത്ര ആലോചിക്കാണ്ടാണ് നിങ്ങൾ ഈ ആക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യില്ല നിങ്ങളൊന്നും ആലോചിക്കാണ്ട് എന്തെങ്കിലും ചെയ്താൽ. ഓക്കെ, ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ട് ഒരു പേഴ്സന്റെ കൂടെ. ഈ പേഴ്സൺ ഒരു സിംഗിൾ പേരന്റ് ആയിരിക്കാം. കുറെ പാഷൻ ഉണ്ട് ഇവിടെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ സൂക്ഷിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുക, സൂക്ഷിച്ച് സംസാരിക്കുക. ഒരു ഇമ്പൾസീവായിട്ട് കമ്മിറ്റ്മെന്റ് കൊടുക്കരുത്, ഇല്ലാച്ചാൽ ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ പറയരുത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പേഴ്സൺ ആരാണെന്ന് നമ്മൾക്ക് അറിയില്ല, ഈ പേഴ്സന്റെ ഇന്റൻഷൻസ് എന്താണെന്നും നിങ്ങൾക്ക് അത് അറിയില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ ക്വീൻ ഓഫ് സോഡ്സ് എനർജിയിൽ ഇരിക്കാനാണ് പറയണത്. ക്വീൻ ഓഫ് സോഡ്സ് ഒരു കുറെ ക്ലാരിറ്റിയുടെ എനർജിയാണ്, പക്ഷെ കുറെ ഒരു ഡിഫെൻസീവ് എനർജി കൂടിയാണ്. ഈ പേഴ്സൺ അവരുടെ സോഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കണത്. റെഡി ടു ഫൈറ്റ് എനർജിയാണ് ഇത്. റെഡി ടു പ്രൊട്ടക്ട്. ഓക്കെ, ഫൈറ്റ് എന്നല്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയും കൂടിയാണ്. അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയണത്. എന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലവര് മേ ബി അവരുടെ ഇന്റൻഷൻസ് ശരിയായിരിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഇമ്പൾസീവായി കമ്മിറ്റ് ചെയ്താ ഇല്ല വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചിലപ്പോൾ ചിലവർ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കും.
ഇവിടെ എസ്പെഷ്യലി ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്, കുറെ പുതിയ ബിഗിനിങ്സ് ഉണ്ട് ഇൻഫാക്ട്. പക്ഷെ അത് സൂക്ഷിച്ച് അതിൽ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. എല്ലാവരും നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല വരണത്, എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വരണത്, നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടല്ല വരണത്. ചിലവർ ഇവിടെ ചിലപ്പോ സ്റ്റേബിൾ എനർജീസ് ആയിരിക്കില്ല. പക്ഷെ ഇവിടെ ഞാനൊരു ക്വീൻ ഓഫ് പെന്റിക്കിൾസ് കാണുന്നു, വെർഗോ എനർജി. ഈ പേഴ്സൺ മേ ബി അവർക്ക് ഫിനാൻഷ്യലി എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യണത്. അവരുടെ ഇന്റൻഷൻസ് മേ ബി ശരിയല്ല. ഓക്കെ, അവർ വരണ കാര്യം വേറെ എന്തോ കാര്യത്തിനാണ്, ഓരൽസ് അവരെന്തോ ഒളിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, എന്തോ ഇൻഫർമേഷൻ ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് കുറച്ചൊരു എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യരുത് ഇമ്മീഡിയറ്റ്ലി. അതാണ് ഇവിടെ അഡ്വൈസ്. 10 ഓഫ് കപ്സ് ആണ് നിങ്ങൾ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട് ഇവിടെ, ബ്യൂട്ടിഫുൾ ഒരു ഫാമിലി, ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ്. എന്താണ് ഈ 10 ഓഫ് കപ്സ് ഇവിടെ? അപ്പൊ നിങ്ങൾ ഈ ഡിറക്ഷനിലാണ് പോണത്. നിങ്ങളുടെ ലൈഫിൽ സെപ്റ്റംബറിൽ എന്തൊക്കെയാ ഉണ്ടാവണ വെച്ചാലും നിങ്ങൾ പോണത് 10 ഓഫ് കപ്സിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചറിൽ 10 ഓഫ് കപ്സ് ഉണ്ട്, പക്ഷെ അതിന്റെ ബിഗിനിങ് നിങ്ങൾക്ക് സെപ്റ്റംബറിലാണ് നിങ്ങൾ കാണുക. നിങ്ങൾ സ്റ്റേബിൾ കാമ വാട്ടേഴ്സിന്റെ ഡിറക്ഷനിലേക്കാണ് പോണത്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരു എൻഡിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തോ എൻഡായിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഔട്ട്കം? ഇവിടെ ഔട്ട്കം ഈ കാർഡാണ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഔട്ട്കം ആണ് 4 ഓഫ് സോർഡ്സ്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഡെഫിനറ്റ്ലി ഒരു സെപ്പറേഷൻ ഉണ്ട്, ഒരു ഹീലിംഗ് എനർജി ഉണ്ട്. ഹെൽത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കുക. മേ ബി നിങ്ങൾക്ക് കുറച്ച് ബെഡ് റെസ്റ്റിന്റെ ആവശ്യം ഉണ്ടാവും. ബാക്കിനെ സൂക്ഷിക്കുക. ജഡ്ജ്മെന്റ്, എന്തോ ഒരു എൻഡിങ് ഞാൻ ഇവിടെ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഇല്ല, ഒരു കരിയർ, പക്ഷെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ഒരു കൺട്രോളും ഇല്ല, എന്നുവെച്ചാൽ ഇത് യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്ത കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഫ്ലോയിലേ പോകാൻ പറ്റുള്ളൂ. ആ ഫ്ലോയിൽ പോയിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവാം നിങ്ങൾക്ക് വേണച്ചാൽ. ആൻഡ് ഇവിടെ കുറെ ക്ലാരിറ്റി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എസ്പെഷ്യലി കരിയറിൽ, റിലേഷൻഷിപ്പിൽ പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോണത് എന്തോ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഒറക്കിൾ മെസ്സേജ് ആണ് ഇവിടെ, ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി, സ്കോർപിയോ എനർജി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി റിലീസ് ചെയ്യുക. അത് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. കുറെ നെഗറ്റീവ് ആഫർമേഷൻസ് എടുത്ത് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ആണ് ചെയ്യണത്. പോസിറ്റീവൈസ് വിചാരിക്കുക, പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. A personal issue reaches conclusion, full moon in Cancer. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം ബുക്ക് ചെയ്യുക, എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.